ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ ചേർത്ത് 3 പ്രാവശ്യം നന്നായി അരിച്ച് മാറ്റി വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം. അതിലേക്ക് 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് 30 സെക്കൻഡ് അടിച്ചെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഈ മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ച് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇതിലേക്കൊരു സ്പെഷ്യൽ മിക്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ചൂടോടെ തന്നെ നമുക്ക് ഈ മിക്സ് നമ്മുടെ ബാറ്ററിൽ ഒഴിച്ച് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പ് കേക്കിൻ്റെ മോൾഡ് എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ആർക്കെങ്കിലും ഈ മോൾഡ് കടകളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പേപ്പർ ഗ്ലാസ് ഇല്ലേ, അത് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ഡെക്കറേഷനായിട്ടും കുറച്ച് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കേക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിലായാലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 20 മിനിറ്റ് മതി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.